നല്ലൊരു ആംബിയൻസിലിരുന്ന് ഒരു അടിപൊളി സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചാലോ? ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് സിംപ്ലി സൗത്ത് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. അവരുടെ പുതിയൊരു ബ്രാഞ്ച് ഒഷവയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സോഫ്റ്റ് ലോഞ്ചിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മലയാളം മഞ്ചസിലെ റിച്ചർഡ് സ്റ്റാൻലിയാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു അടിപൊളി റെസ്റ്റോറന്റ് ആയിരുന്നു കേട്ടോ. ഇതിന്റെ ആംബിയൻസ് ഒന്നും പറയാനില്ല, കിഡു. ഇത് ഇവരുടെ രണ്ടാമത്തെ ബ്രാഞ്ചാണ്. ഇവരുടെ ആദ്യത്തെ ബ്രാഞ്ച് സ്കാർബ്രോയിലാണ്. അതിന്റെ റേറ്റിംഗ് തന്നെ വരുന്നത് 4.8 ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ്. അത് രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒന്ന് ഡൈനിങ്ങിനും ഒന്ന് ബാർ അറ്റാച്ച്ഡും ആണ്. ഈ റെസ്റ്റോറന്റ് ലൈറ്റ് അറേഞ്ച്മെന്റ്സും സീറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം ഉണ്ടല്ലോ, കാണാൻ തന്നെ ഒരു പൊളി വ്യൂ ആയിരുന്നു. ഇതാണ് ബാറിനോട് ചേർന്നുള്ള ഡൈനിങ് ഏരിയ. അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഡൈനിങ് സ്പേസ് ഒരു പാർട്ടിയൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആംബിയൻസിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, അങ്ങനെ ചെറിയൊരു ഇവന്റ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡൈനിങ് ഏരിയ ആണ് മുകളിലുള്ളത്. മുകളിലത്തെ പാർട്ടി ഹാളിലോട്ട് പോകാനുള്ള എൻട്രൻസ് ആണിത്. അതിനോട് ചേർന്ന് തന്നെയാണ് ബാർ കൗണ്ടറും ഉള്ളത്. അവിടെ നമുക്ക് മെയിൻ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഇതാണ് മെയിൻ ഡൈനിങ് ഏരിയ. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഡൈനിങ് സ്പേസ് ആണ് കാണുന്നത്. അതിനുശേഷമാണ് ബാർ കൗണ്ടറും ബാർ കൗണ്ടറിനോട് ചേർന്നുള്ള ഡൈനിങ് സ്പേസും, പിന്നെ മുകളിലാണ് പാർട്ടി കൗണ്ടറും. ഇതാണ് ഇവരുടെ മെനു കാർഡ്. വളരെ സിമ്പിളായ ഒരു മെനു കാർഡായിരുന്നു. മെനു കാർഡെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഫുഡ് എത്തി തുടങ്ങി. ആദ്യം വന്നത് സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു. ഗോബി മഞ്ചൂരിയും ലെമൺ ചിക്കനുമാണ് ആദ്യം വന്നത്. കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. സൂപ്പായിട്ട് കൊണ്ടുവന്നത് പൈനാപ്പിൾ സൂപ്പും പിന്നെ മട്ടൻ സൂപ്പുമാണ്. ആദ്യമായിട്ടാണ് പൈനാപ്പിൾ സൂപ്പ് കാണുന്നത് തന്നെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മട്ടൻ സൂപ്പായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ വരാൻ പറ്റിയതുകൊണ്ട് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി. എല്ലാവരും ക്യാമറ കൊണ്ട് പല പല ഫുഡുകളുടെ ഫോട്ടോ എടുക്കുന്നു, റിവ്യൂ പറയുന്നു. അങ്ങനെ ഒരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഇത് ഇച്ചുവിന് വേണ്ടി കൊണ്ടുവന്ന ബേബി കോൺ മഞ്ചൂരിയൻ ആയിരുന്നു. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇച്ചു മിഹിയോടെയാണ് കഴിച്ചത്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല വേറെ ഒരുപാട് സ്റ്റാർട്ടേഴ്സ് കൊണ്ടുവന്നായിരുന്നു. സ്റ്റാർട്ടേഴ്സ് വെജിറ്റേറിയൻ മാത്രമല്ല, നോൺ വെജിറ്റേറിയൻ സ്റ്റാർട്ടേഴ്സും ഉണ്ട്. ഇതാണ് എനിക്ക് നേരത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മട്ടൻ സൂപ്പ്. ഇതിന്റെ ഫ്ലേവർ അല്ല നമ്മുടെ നാട്ടിൽ കുടിക്കുന്ന സൂപ്പിന്റെ അതേ ഒരു ഫ്ലേവറാണ് വരുന്നത്. സൂപ്പെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഐറ്റം എത്തി. നല്ല കിടിലൻ ചിക്കൻ ഫ്രൈ. പക്ഷെ ഇവരുടെ മെനുവിൽ ചിക്കൻ പക്കോട എന്നാണ് എഴുതിയിരിക്കുന്നത്. ആന്ധ്ര സ്റ്റൈൽ ആയതുകൊണ്ടായിരിക്കാം ചിക്കൻ പക്കോട എന്ന് പറയുന്നത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല നാടൻ തട്ടുകട ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ആയിരുന്നു. ഇവരുടെ സ്റ്റാർട്ടേഴ്സ് എല്ലാം അടിപൊളിയാണ്. ഇവിടെ ബാർ കൗണ്ടർ കൂടി ഉള്ളതുകൊണ്ട് സ്റ്റാർട്ടേഴ്സ് ഒക്കെ നല്ല മൂവിങ് ആയിരിക്കും. ബിയറിൻ്റെ കൂടെ ആ ചിക്കൻ പക്കോട ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അടിപൊളി എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. സ്റ്റാർട്ടേഴ്സ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഓൾമോസ്റ്റ് ഫില്ലായി. അത്ര വെറൈറ്റി ആയ സ്റ്റാർട്ടേഴ്സുകളായിരുന്നു. പിന്നെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ കോക്ടെയിൽ കൗണ്ടറിലേക്കാണ് പോയത്. പല വെറൈറ്റി ടൈപ്പുള്ള കോക്ടെയിലുകൾ ഇവിടെ ഉണ്ടാക്കുന്നത്. വീഡിയോ എടുക്കാൻ തന്നെ അടിപൊളിയായിരുന്നു. ഭയങ്കര കളർഫുൾ ആയിരുന്നു. ആ കോക്ടെയിൽ അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ സ്മോക്ക് എല്ലാം ചെയ്തെടുക്കുന്ന വ്യൂ തന്നെ കാണാൻ അടിപൊളിയായിട്ടില്ലേ. ഒരുപാട് വെറൈറ്റി കോക്ടെയിൽ ഉണ്ടെങ്കിലും ഞങ്ങൾ ട്രൈ ചെയ്ത മദ്രാസ് മെലൻ എന്ന് പറഞ്ഞ ഈ ഒരു കോക്ടെയിലാണ്. മിഹിയാണ് അത് ട്രൈ ചെയ്ത്. ടേസ്റ്റും അടിപൊളിയായിരുന്നു. ശരിക്കും വാട്ടർ മെലൻ ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ കോഴ്സ് എത്തി. പൊറോട്ടയും ചിക്കൻ കറി ആയിരുന്നു. നല്ല സോഫ്റ്റ് ആയ പൊറോട്ട, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ പൊറോട്ട ആയിരുന്നു. ഇച്ചുവിന് ഞങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നത് നല്ല ആമ്പൂർ ബിരിയാണിയും ചിക്കൻ പക്കോടയായിരുന്നു. അതും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, പണ്ട് ബാംഗ്ലൂർ പോയ ഒരു ഓർമ്മയെല്ലാം വന്നു ഈ ആമ്പൂർ ബിരിയാണി എല്ലാം കഴിച്ചപ്പോഴത്തേക്കും. ആമ്പൂർ ബിരിയാണി അടിപൊളിയായിരുന്നു. വീഡിയോയ്ക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്ത മിഹയാണ്. മിഹയ്ക്കും ഇഷ്ടപ്പെട്ടു. ഇച്ചുവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൊറോട്ടയും ചിക്കനാണ്. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് അത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വന്ന് ഡെസേർട്ട്സ് ആയിരുന്നു. പല ടൈപ്പുള്ള ഡെസേർട്ടുകൾ വന്നിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കോക്കനട്ട് പായസം. നമ്മുടെ നാട്ടിലെ കടലപ്പായസമില്ല, അതേ ടേസ്റ്റ് ആയിരുന്നു. ഇച്ചു പിന്നെ എല്ലാ ഡെസേർട്ടും ട്രൈ ചെയ്തു. ഡെസേർട്ടെല്ലാം ഇച്ചുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഭയങ്കര ഡാൻസ് എല്ലാം ആയിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോക്കനട്ട് പായസം. നമ്മുടെ നാട്ടിലെ കടലപ്പായസമില്ല, അതിൻ്റെ അതേ രുചിയായിരുന്നു. ഞാൻ ആദ്യം കുടിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മിഹയെടുത്ത് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പോകുന്നതിന് മുമ്പ് അവിടെയുള്ള മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് ഫുഡിന്റെയും റെസ്റ്റോറന്റ് അഭിപ്രായം ചോദിച്ചു. ആംബിയൻസ്, മ്യൂസിക്, പിന്നെ ഇതൊരു എനിക്കൊന്നൊരു ഫൈൻ റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു. ഫാമിലി ആയിട്ട് വന്നൊരു ഗെറ്റ് ടുഗദറിന് പറ്റിയ ഒരു സ്പോട്ടാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് പറയാം. എൻ്റെ ഫേവറേറ്റ് പൊറോട്ടയായിരുന്നു. പൊറോട്ടയും കറിയും സൂപ്പറാണ്. എൻ്റെ ഡെസേർട്ട് ഓപ്ഷൻ ആയിരുന്നു. ക്രസ്റ്റ് ലെച്ചസ് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടു. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ശരിയാ, അടിപൊളി ആംബിയൻസ്. ഫുഡ് അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു തമിഴ് ആന്ധ്ര സ്റ്റൈൽ ഫുഡൊക്കെ നോക്കുന്നവർക്ക് എന്തായാലും വരാൻ പറ്റിയൊരു സ്പോട്ട്. എൻ്റെ ഫേവറേറ്റ് ഇവിടുത്തെ ആ ട്രസ്റ്റ് ലെച്ചസ് തന്നെയാണ്. പിന്നെ ഇന്റീരിയർ കാണാൻ അടിപൊളിയാണ്. നല്ലൊരു ക്ലാസി വൈബ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവരുടെ. അടിപൊളിയായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആ ഡെസേർട്ട് ആയിരുന്നു. ഞാൻ പറയാനിരുന്നത് പുള്ളിക്കാരി ആദ്യം കയറി പറഞ്ഞു, അതുകൊണ്ട് കോപ്പി അടിച്ചു. സോ എന്തായാലും ആംബിയൻസ് ഒക്കെ ചുമ്മാ അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് വന്ന് എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എന്തായാലും വരുന്നതിന് ആരും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അവസാനം എല്ലാവരുടെയും കൂടി ഒരു സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ മടങ്ങി. ബൈ ദെൻ.